നെത്തോലി മീൻ കിട്ടിയപ്പോൾ അതങ്ങ് വറ്റിച്ച് വെക്കാമെന്ന് വിചാരിച്ച് നല്ല പുളിയുള്ള മാങ്ങ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, തക്കാളി കട്ട് ചെയ്തിട്ട്, സാമ്പാർ മുളകിട്ട്. ഇനി അങ്ങോട്ട് മീൻ വെച്ചാലും മിക്കവാറും മാങ്ങ കാണും. മാങ്ങ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് വള്ളിപ്പയർ ഇരിപ്പുണ്ടായിരുന്നു, അതിനെ അങ്ങ് മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ചേട്ടനാണെങ്കിൽ പയർ മെഴുക്ക് പുരട്ടി ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ പച്ചച്ചീര ഇരിപ്പുണ്ടായിരുന്നു, അതിനെ അങ്ങ് കട്ട് ചെയ്തെടുത്ത്. പച്ചച്ചീരയും നമ്മൾ അങ്ങനെ വെക്കാത്തതാണ്, നമുക്ക് എന്താ പച്ചച്ചീര കഴിക്കുമ്പോൾ ചെറിയൊരു പച്ചച്ചവ പോലെ തോന്നും. നമ്മൾ സാധാരണ ചുവപ്പ് ചീര വാങ്ങാറുള്ളൂ. അങ്ങനെ അതിനെ ചെറുതായിട്ട് അങ്ങ് ഈ മിക്സിയുടെ ജാറിലിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്ത്. ഇനി നെത്തോലി മീനിലത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കണമല്ലോ. അതിനായിട്ട് തേങ്ങയും വറുക്കാത്ത മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പുളിയും കൂടെ അരച്ച് ഇങ്ങനെ പരപര അരച്ച് അതിലോട്ട് ചേർത്ത് അത് തിളച്ച് വന്നപ്പോഴേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക മണവും ടേസ്റ്റും കേട്ടാ. അതങ്ങനെ അപ്പോൾ അതവിടെ റെഡിയായി. പിന്നെ മെഴുക്ക് പുരട്ടിയായി, തോരൻ ഇനി അങ്ങ് കാസറോളിൽ അടച്ചു വെച്ചിരുന്നാലേ വൈകുന്നേരം വരെ ചൂടാറാതിരിക്കുമല്ലോ. അങ്ങനെ നെത്തോലി വെറ്റിച്ചത്, പയറ് മെഴുക്ക് പുരട്ടി, പച്ചച്ചീര തോരൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ പറ്റിയാലൊരു രസം കൂടെ വെക്കണം.